യെസ്, വെൽക്കം ബാക്ക്. ഇന്നലെ നമ്മൾ ഇലക്ട്രിക് ചാർജിൻ്റെ ഫണ്ടമെൻ്റൽസ്, ഒരു ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക് ചാർജസ് ഇന്നലെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ നീങ്ങാൻ പോവുകയാണ്. ഇന്നലെ സംസാരിച്ച ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓക്കെ ആണ് എന്ന് കരുതുന്നു. ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അത് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാൻ പാടുള്ളൂ. ഓക്കെ, ആൻഡ് നൗ വി വിൽ ഡിസ്കസ് മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഓർ ഇലക്ട്രിഫിക്കേഷൻ. ഒരു ചാർജ് ഇല്ലാത്ത ബോഡിക്ക് ചാർജ് കൊടുക്കുന്ന രീതിനെ, ചാർജ് ഇല്ലാത്ത ബോഡിക്ക് ചാർജ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ചാർജിങ് എ ബോഡി എന്ന് വിളിക്കുക. അതിനെ തന്നെയാണ് നമ്മൾ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. മെത്തേഡ്സ് ഓഫ് ചാർജിങ് എന്ന് ഉദ്ദേശിച്ചത് ഒരു ന്യൂട്രൽ ബോഡിനെ ചാർജ് ആക്കുന്ന മെത്തേഡിനെയാണ് ചാർജിങ് അല്ലെങ്കിൽ ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്ത, അതായത് ന്യൂട്രൽ ബോഡിയെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ന്യൂട്രൽ ബോഡിനെ ചാർജ്ഡ് ബോഡിയുമായിട്ട് കോൺടാക്റ്റിൽ വെക്കുക, ബൈ ഡിറക്റ്റ് കോൺടാക്റ്റ്. ചാർജിങ് ബൈ ഡിറക്റ്റ് കോൺടാക്റ്റ് ഈസ് കോൾഡ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. അപ്പോൾ നോക്കൂ, ഈ ബോഡിക്ക് ചാർജ് ഇല്ല, ഇത് ന്യൂട്രൽ ബോഡിയാണ്, ഇതിനെനിക്ക് ചാർജ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇത് ചാർജറാണ്, ചാർജ്ഡ് ബോഡിയിട്ട് കോൺടാക്റ്റിൽ വെക്കുക. അപ്പോൾ ചാർജ് ഉള്ള ബോഡിയിൽ നിന്ന് ചാർജ് ഇല്ലാത്ത ബോഡിയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. എന്താ ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ നോക്കൂ, ഈ ബോഡിയിലുള്ളത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ ന്യൂട്രൽ ബോഡിക്കും എന്താ കിട്ടുക? ഇനി പോസിറ്റീവ് ചാർജ്. ഇതിൽ നെഗറ്റീവ് ആണെങ്കിൽ ന്യൂട്രൽ ബോഡിക്ക് എന്താ കിട്ടുക? നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഇൻ ദ മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ കണ്ടക്ഷൻ ദ ന്യൂട്രൽ ബോഡി ഗെറ്റ്സ് സിമിലർലി ചാർജ്ഡ്. എന്ന് വെച്ചാൽ ഇതിൽ ഏത് ചാർജാണോ ഉള്ളത് അതാണ് ഇവിടെ കിട്ടുക. അപ്പോൾ നോക്കൂ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗിവൺ ഓവർ ഹിയർ. ഇഫ് എൻ അൺചാർജ്ഡ് കണ്ടക്ടർ എന്ന് വെച്ചാൽ ന്യൂട്രൽ ബോഡി ഈസ് ഇൻ ഫിസിക്കൽ കോൺടാക്റ്റ്, ഡിറക്റ്റ് കോൺടാക്റ്റ് വിത്ത് എ ചാർജ്ഡ് കണ്ടക്ടർ, ദ ന്യൂട്രൽ ബോഡി ഓർ ദ അൺചാർജ്ഡ് കണ്ടക്ടർ അക്വയർസ് സിമിലർ ടു ദ ചാർജ്ഡ് കണ്ടക്ടർ, സിമിലർലി ചാർജ്ഡ്. ഞാനിത് ബോൾഡാക്കി കൊടുക്കാനുള്ള കാരണം എന്താ? ഇനി നമുക്കൊരു സാധനം വരാണ്ട് അവിടെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് എന്ന് പറയാം. അപ്പോൾ അത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സിമിലർ എന്നുള്ളത് പ്രത്യേകം അവിടെ എടുത്ത് സംസാരിച്ചത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഡിറക്റ്റ് കോൺടാക്റ്റ്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് റെഡി ആണല്ലോ. നമുക്ക് അടുത്ത മെത്തേഡിലേക്ക് നീങ്ങാം. നോക്കൂ, സെക്കൻഡ് മെത്തേഡ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ is not A, this is B. Charging by friction or frictional electricity. എന്താ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ഒന്ന് സംസാരിക്കാം. നോക്കൂ, ചാർജിങ് ബൈ ഫ്രിക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നത്, ഒരുപക്ഷെ ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ നമ്മുടെ ഓർമ്മ വെച്ച സമയത്ത് ആദ്യം ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആയിരിക്കും ഒരുപക്ഷെ അത്. ആദ്യം ചെയ്ത എക്സ്പെരിമെൻറ്റ് ഞാനൊന്ന് ജസ്റ്റ് ഞാൻ ആ എക്സ്പെരിമെൻ്റ് ഒന്ന് ഇവിടെ കാണിക്കാം. നമ്മളൊക്കെ ചെറിയ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അത്. എന്താ ഞാൻ പറയുമ്പോൾ തന്നെ പല ആളുകൾക്കും അത് ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പേന കയ്യിലെടുത്താണ്, ഇനി മനസ്സിലായില്ലേ? നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് അന്ന് ചെയ്ത്, തലയിൽ പേന ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് ചെറിയ പേപ്പർ ബിറ്റിൻ്റെ അടുത്തേക്ക് വെക്കുമ്പോൾ പേപ്പർ ബിറ്റ് ചാടി അടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? പേപ്പർ ബിറ്റ് മാത്രമല്ല, അല്ലെങ്കിൽ പേന മാത്രമല്ല, പലതും ഉപയോഗിക്കാം. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ മെത്തേഡിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റല് ഇൻസുലേറ്ററിനെ പറ്റുള്ളൂ. അപ്പോൾ നോക്കൂ, ഇത് പ്ലാസ്റ്റിക്കാണ്, ഇൻസുലേറ്ററാണ്, ഇതിനെ പറ്റും. നോക്കൂ, ഞാൻ എക്സാമ്പിൾ കാണിക്കാം. ഞാൻ ഇവിടെ പേപ്പർ ബിറ്റ് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കാണിക്കാതെ പേപ്പർ ബിറ്റ് ഞാൻ കാണിക്കാം. നോക്കൂ, ഞാൻ ഈ പേന നോക്കൂ തലയിൽ റബ്ബ് ചെയ്യാൻ പോവാം. പേന തലയിൽ റബ്ബ് ചെയ്യുന്നു. റെഡി? നന്നായിട്ട് റബ്ബ് ചെയ്യാം. പേന തലയിൽ നന്നായിട്ട് റബ്ബ് ചെയ്തു. എന്നിട്ട് നോക്കൂ, ഞാൻ ഈ പേപ്പർ ബിൻ്റെ അടുത്ത് നോക്കൂ. യെസ്, നിങ്ങൾ കാണില്ല, ജസ്റ്റ് എ സെക്കൻഡ്. ഞാൻ വെബ് ക്യാമിലാണ് ഇപ്പോൾ ചെയ്യുന്നത്, അതാണ് നോർമൽ ക്യാമറയിലല്ല. ഓക്കെ, പേപ്പർ ബിറ്റ് ഉണ്ടല്ലോ, തലയിൽ റബ്ബ് ചെയ്യുക. യെസ്,
പേപ്പർ ബിറ്റ് ചാടിയെടുത്ത് കണ്ടില്ലേ? ഓക്കെ, ഇതൊരു പേപ്പർ ബിറ്റ് മാത്രമല്ല, ഇത് നിങ്ങൾക്ക് വേറെയും ചെയ്യാം. അപ്പം നോക്കൂ, ഞാൻ ഒരു ബലൂൺ എടുത്ത് ബലൂൺ എടുത്തിട്ട് ബലൂൺ റബ്ബ് ചെയ്യുക. എക്സ്പെരിമെൻറ്റ് പാളിയോ? യെസ് കണ്ടല്ലോ. ഇത് ഞാൻ തള്ളിയിട്ടല്ല, ഒറ്റയ്ക്ക് ചാടി വീടുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ നമുക്ക് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ബോഡിയെ നമുക്ക് ഇങ്ങനെ ചാർജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ മെത്തേഡാണ് യഥാർത്ഥത്തിൽ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്ക് എല്ലാവരും ഇതിന് പറ്റില്ല. സ്യൂട്ടബിൾ മെറ്റീരിയൽസ്, ഇതിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ ശ്രദ്ധിക്കുക. സ്യൂട്ടബിൾ മെറ്റീരിയൽസ് വെൻ റബ്ഡ് ടുഗദർ, സ്യൂട്ടബിൾ. അപ്പോൾ ഈ സ്യൂട്ടബിൾ മെറ്റീരിയൽസിൽ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഇതാർക്കുള്ളതാണ്? ഇത് ഇൻസുലേറ്റേഴ്സിനെ നമുക്കിങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂ, ഞാൻ എൻ്റെ തലയിൽ പിന്നെ ജസ്റ്റ് എ സെക്കൻഡ്. യെസ്, നോക്കൂ, ഇതൊരു മെറ്റൽ സ്കെയിലാണ്. ഈ മെറ്റൽ സ്കെയിൽ ഞാൻ ഇതേപോലെ ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട് എനിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പേപ്പർ ബിറ്റ് അട്രാക്റ്റ് ചെയ്യില്ല. അവിടെ പേപ്പർ ബിറ്റ് അട്രാക്റ്റ് ചെയ്യില്ല, കാരണം അത് മെറ്റാലിക്കാണ്. മെറ്റൽസിന് ആ ക്വാളിറ്റി ഇല്ല. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതെന്താണ് നേരത്തെ പറഞ്ഞത്? ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ ചാർജ് റിമെയിൻ അറ്റ് ദ പൊസിഷൻ വേർ ദേ വർ ട്രാൻസ്ഫേർഡ്. അതുകൊണ്ടാണ് സംഭവിച്ചത്. പേനയുടെ ഈ ഭാഗം കൊണ്ട് ഞാൻ തലയിൽ റബ്ബ് ചെയ്തു, പേന ഈ ഭാഗം കൊണ്ട് ഇവിടെ റബ്ബ് ചെയ്തിട്ട് ഞാൻ ഇവിടം കൊണ്ട് അട്രാക്റ്റ് ചെയ്യിച്ചാൽ നടവില്ല. ഇവിടെ ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇവിടെയാണ് ചാർജിങ് നടന്നത്. അപ്പോൾ ആ ചാർജ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് പേപ്പർ ബിറ്റിനെ അട്രാക്ട് ചെയ്തത്. പേപ്പർ ബിറ്റിനെ അട്രാക്ട് ചെയ്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. അത് നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് ശ്രദ്ധിക്കാം. അതിന് മുമ്പ് നോക്കി, ഞാൻ നേരത്തെ നിങ്ങൾ സ്ക്രീന് കണ്ടിട്ടില്ല. യെസ്, ഇവിടെ ശ്രദ്ധിക്കൂ. സ്യൂട്ടബിൾ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് അവിടെ ഇൻസുലേറ്റർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ചില പെയേഴ്സിന് മാത്രമാണ് ഇത് നടക്കുക. വെൻ റബ്ഡ് ടുഗദർ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ, വെരി ഇമ്പോർട്ടൻറ്റ്. ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ഫ്രം വൺ മെറ്റീരിയൽ ടു അനദർ. മെറ്റീരിയൽ വിച്ച് ലോസസ് ഇലക്ട്രോൺസ് ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ്, വിച്ച് ഗെയിൻസ് ഇലക്ട്രോൺ എന്താവും? നെഗറ്റീവ്ലി ചാർജ്ഡ്. പക്ഷേ അവിടെയും നോക്കൂ, നമ്മൾ ചെയ്തു കൊടുത്തുള്ള ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്താ? അല്ലെങ്കിൽ അതിലുള്ള കോംപ്ലിക്കേഷൻ എന്താ? നമ്മൾ പേന തലയിൽ റബ്ബ് ചെയ്തപ്പോൾ പേനക്കും പിന്നെ ഹെയറിനും ചാർജ് കിട്ടിയെന്ന് ഇരിക്കുക. എന്താ അവിടെ പറഞ്ഞത്? റബ്ഡ് ടുഗദർ ഒരു ബോഡിയിൽ നിന്ന് മറ്റേ ബോഡിയിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും. ആർക്കാണോ ഇലക്ട്രോൺ കിട്ടിയത് അയാൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. ആർക്കാണോ ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ടുള്ളത് അയാൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. ഇതാണ് ഇപ്പോൾ സംസാരിച്ചത്. പക്ഷേ പ്രശ്നം കിടക്കുന്നത് പേന തലയിൽ റബ്ബ് ചെയ്യുമ്പോൾ പേനയ്ക്ക് ചാർജ് കിട്ടിയെന്ന് വിചാരിക്കുക. പോസിറ്റീവോ നെഗറ്റീവോ അവിടെ നിൽക്കട്ടെ, നമുക്ക് പറയാം. പക്ഷേ പ്രശ്നം ആ ചാർജ്ഡ് ബോഡി എങ്ങനെ ന്യൂട്രലായ പേപ്പർ ബിറ്റിനെ അട്രാക്ട് ചെയ്തു? മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റ് ശരിക്കും നല്ല കോംപ്ലിക്കേറ്റഡ് എക്സ്പെരിമെൻ്റാണ്. വേറെ ചാർജ്ഡ് ബോഡിനെ അട്രാക്ട് ചെയ്യുക, റിപ്പൽ ചെയ്യുക, അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ന്യൂട്രലായ പേപ്പർ ബിറ്റിനെ എങ്ങനെ അട്രാക്ട് ചെയ്തു? അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് എക്സ്പ്ലനേഷൻ അവിടെ നിൽക്കട്ടെ. ആദ്യം ഈ ഒരു പോയിന്റ് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. അതിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വെൻ സ്യൂട്ടബിൾ മെറ്റീരിയൽസ് വെൻ റബ്ഡ് ടുഗദർ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ഫ്രം വൺ ബോഡി ടു ദി അതർ. ആർക്കാണോ ഇലക്ട്രോൺ കിട്ടിയത് അയാൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആവും. നഷ്ടപ്പെട്ട അയാൾ പോസിറ്റീവ്ലി ചാർജ്ഡ് ആവും. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇവിടെ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതിൽ നിന്ന് ഏതിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. സാധാരണഗതിയിൽ ഇപ്പോൾ നോക്കൂ, ഒരു ആപ്പിളും ഒരു കല്ലും തമ്മിൽ ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്ത് ആർക്കാ പരിക്ക് പറ്റുക? കല്ലിനാണോ? ആപ്പിളിൻ്റെ സാധനങ്ങൾ ഇങ്ങനെ കല്ലിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് ഫിസിക്സ് അല്ല ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഫിസിക്സ് അല്ല. അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ വീക്കം ഒരു ഹാർഡുമായിട്ടുള്ള ഒരു മെറ്റീരിയൽസിനെ രണ്ടും റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ വീക്കായിട്ടുള്ള മെറ്റീരിയലിൻ്റെ ആയിരിക്കും കൂടുതൽ പരിക്ക് പറ്റുക. എന്ന പോലെ നോർമലി നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ഈ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതല്ല കേട്ടോ ഫിസിക്സ്. വെയിറ്റ്. അപ്പോൾ നോക്കൂ, ഞാൻ പിന്നെ പ്ലാസ്റ്റിക് സ്കെയിൽ എടുത്തിട്ട് തലയിൽ റബ്ബ് ചെയ്തു. അപ്പോൾ എവിടുന്ന് കൊടുക്കായിരിക്കും ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുക? ഹെയറിൽ നിന്ന് സ്കെയിലിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും. മനസ്സിലായോ? ഓക്കെ.
പക്ഷെ ഇതുപോലെ നിങ്ങൾക്ക് മിക്ക സ്ഥലങ്ങളിലും ഇത് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിൽ നിന്ന് ഒരിക്കലും സത്യത്തിൽ നമ്മൾ വീക്ക് ഹാർഡ് എന്ന് തീരുമാനിക്കുന്നത് ഇങ്ങനെയല്ല. എങ്ങനെ ശരിക്കുള്ള ആൻസർ എന്താ? ശരിക്കുള്ള ആൻസർ ഇലക്ട്രോണ് ഏതിലാണോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് ലൂസിലി ബൈൻഡ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് ടൈറ്റ്ലി ബൈൻഡ് ചെയ്തതിലേക്ക് പോകും എന്നതാണ് അതിൽ യഥാർത്ഥത്തിൽ പറയേണ്ടത്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഫ്രം ദ ബോഡി ഇൻ വിച്ച് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസ് ആർ ലൂസ്ലി ബൗണ്ട് ടു ദ ന്യൂക്ലിയസ് ടു ദ ബോഡി ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ ടൈറ്റ്ലി ഓർ സ്ട്രോങ്ലി ബൗണ്ട് ടു ദ ന്യൂക്ലിയസ്. മനസ്സിലാവും? അതാണ് പറയേണ്ടത്. അതിന് നമുക്ക് വേറൊരു ടേമൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിലേക്ക് വീണ്ടും നമ്മൾ പോരും. ഇപ്പോൾ തന്നെ ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആ പാർട്ടൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ഉണ്ട് ഇവിടെ. ആ എക്സാമ്പിൾ നേരെ തിരിച്ചാൽ ഞാൻ ഇപ്പോൾ നോക്കൂ, ഈ എക്സാമ്പിൾ നോക്കും. ഗ്ലാസ് റോഡ് സിൽക്ക്, ഗ്ലാസ് റോഡും സിൽക്കും, ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ. അപ്പോൾ ഗ്ലാസ് റോഡ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നോക്കൂ, ഇവിടെ ഇത് ഗ്ലാസ് റോഡ്, ഈ സിൽക്ക് ക്ലോത്ത് എടുത്തിട്ട് ഞാൻ ഗ്ലാസ് റോഡിനെ സിൽക്ക് ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുക ലൈക്ക് ദിസ്. അപ്പോൾ നമ്മൾ ഗസ് ചെയ്യുന്നത് എന്താ? ആരിൽ നിന്ന് ആരിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്ന? സിൽക്കിൽ നിന്ന് ഗ്ലാസ് റോഡിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യും. റെഡി അല്ലേ? പക്ഷേ സംഭവിക്കൽ എന്താ അറിയോ? ഗ്ലാസ് റോഡിൽ നിന്ന് സിൽക്കിലേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സാമ്പിളായിട്ട് തന്നെ ഇതെടുത്ത്. മിക്ക ക്വസ്റ്റ്യൻസിലും ഇത് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കൂ, ദിസ് ഈസ് ഗ്ലാസ് റോഡ്. ഗ്ലാസ് റോഡിൽ നോക്കൂ, ഇതിൽ ന്യൂട്രലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കൂ എത്ര പോസിറ്റീവ് ചാർജ്, ന്യൂട്രലാണ്, സിൽക്കും ന്യൂട്രലാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10. അതേപോലെ 10 പോസിറ്റീവ് ചാർജ് ഉണ്ട്, 10 നെഗറ്റീവ് ചാർജസ് ഉണ്ട്. ആൻഡ് അതുപോലെ തന്നെ സിൽക്കിലും നോക്കൂ 8 പോസിറ്റീവ് ഉണ്ട്, 8 നെഗറ്റീവ് ചാർജസ് ഉണ്ട്. അപ്പോൾ രണ്ടും ന്യൂട്രലാണ്. ഇത് അതിൻ്റെ യഥാർത്ഥ ഷേപ്പ് അല്ല കേട്ടോ ഈ വരച്ചിട്ടുള്ളത്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഗ്ലാസ് റോഡും സിൽക്കും ഇങ്ങനെ അല്ലല്ലോ ഉണ്ടാവുക. നമുക്ക് ഐഡിയ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി വെൻ ഗ്ലാസ് റോഡ് ഈസ് റബ്ബ്ഡ് വിത്ത് സിൽക്ക്, ഗ്ലാസ് റോഡിനെ സിൽക്ക് കൊണ്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സിൽക്കിൽ നിന്നല്ല, ഗ്ലാസ് റോഡിൽ നിന്ന് ഇലക്ട്രോൺസ് നോക്കൂ സിൽക്കിലേക്ക് പോയി. ഇവിടെ ഇതാ ഇതിൻ്റെ ഉള്ളിലൊരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, ആ ഇലക്ട്രോൺ ഇതാ അങ്ങോട്ട് പോയി. അപ്പോൾ നോക്കൂ, ഇവിടെ നേരത്തെ കേസിൽ എന്താ സംഭവിച്ചത്? ഞാൻ നേരത്തെ ഇത് നോക്കൂ, ഇവിടെ ഈ പോസിറ്റീവ് നെഗറ്റീവ് ന്യൂട്രലൈസ്ഡ്, നോക്കൂ ഇവർ ന്യൂട്രലൈസ്ഡ്. അങ്ങനെ നോക്കൂ, ഇവിടെ എല്ലാവരും ന്യൂട്രലൈസ് ചെയ്യും. എല്ലാവർക്കും ന്യൂട്രലൈസ് ചെയ്യാൻ ഈക്വൽ നമ്പർ ആയതുകൊണ്ട് എല്ലാവർക്കും ആളുണ്ട്. ഇവിടെ എല്ലാവർക്കും ആളുണ്ട്. മനസ്സിലായോ? ഇവർ തമ്മിൽ ന്യൂട്രലൈസ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടെ അതേപോലെ തന്നെ സംഭവിക്കുക. എന്നാൽ എന്ത് സംഭവിച്ചു? ഇവിടെ നോക്കൂ, ഇവിടെ 2 ഇലക്ട്രോൺസ് നോക്കൂ, ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസ് നോക്കൂ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ സിൽക്കിൽ നോക്കൂ, ഇവരൊക്കെ ന്യൂട്രലൈസ് ചെയ്താണ് ന്യൂട്രലൈസ്. പക്ഷേ ഈ 2 ഇലക്ട്രോണിന് ന്യൂട്രലൈസ് ചെയ്യാൻ ഇതിൽ പോസിറ്റീവ് ചാർജ് ഇല്ല. അതുപോലെ തന്നെ നോക്കൂ, ഇവിടെ 2 പോസിറ്റീവ് ചാർജ് ഇപ്പോൾ ബാക്കിയായി. ഈ പോസിറ്റീവ് ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ഇതിൽ എന്തുമില്ല, നെഗറ്റീവ് ചാർജസും ഇല്ല. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ഗ്ലാസ് റോഡ് ഇപ്പോൾ എന്തായിട്ട് മാറി? പോസിറ്റീവ്ലി ചാർജ്ഡായി. ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത സിൽക്ക് എന്തായിട്ട് മാറി? നെഗറ്റീവ്ലി ചാർജ്ഡായി. എല്ലാവർക്കും മനസ്സിലായോ? എന്നാൽ ഇപ്പോഴും നോക്കൂ, ടോട്ടൽ നമ്പർ ഓഫ് ചാർജസ് രണ്ടിലും ഇപ്പോഴും എത്രയാണ്? കോൺസ്റ്റൻ്റ് ആണ്. ടോട്ടൽ ചാർജിൽ മാറ്റില്ല, പക്ഷേ അവിടെ ഷെയറിങ് നടന്നു. അപ്പോൾ ഇതൊരു ചാർജിങ് ആണ് ഇവിടെ സംഭവിച്ചത്. ഈ ചാർജിങ്ങിലും സംഭവിച്ചത് ഇവിടെ എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. ചാർജിങ് ബൈ കണ്ടക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടെയും സംഭവിച്ചത് എന്താ? ഇലക്ട്രോൺ ട്രാൻസ്ഫറാണ്. അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ്. ഇപ്പോൾ നോക്കൂ, ഒരു ന്യൂട്രൽ ബോഡിനെ നോക്കൂ, ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡിനെ ഞാൻ ന്യൂട്രൽ ബോഡി, ഇത് ന്യൂട്രലാണ്, ഇവിടെ കോൺടാക്റ്റിൽ വെക്കുക എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പറയില്ല എന്താ പറയുക, ഇവിടുന്ന് പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് പോകുന്നതാണ് പറയുക. പക്ഷേ സംഭവിക്കില്ല. അതല്ല. എന്താ സംഭവിക്കില്ല? നിങ്ങൾക്ക് ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലേ, ഇതിൽ നിന്ന് ഇലക്ട്രോൺ ഇങ്ങനെ വന്നിട്ട് ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് വന്നിട്ട് ഈ വാക്കൻസി ഫില്ല് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ഒരു വാക്കൻസി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായി. അടുത്ത ഇലക്ട്രോൺ വന്നു, ഇവിടെ കയറിന്നു, കണ്ടോ? അങ്ങനെ ആകുമ്പോൾ അത്രയും, അല്ലെങ്കിൽ ഇവിടെ എല്ലാം കയറിക്കൂല കേട്ടോ, ഉള്ളത് ഷെയറിങ് നടക്കുക. അപ്പോൾ അത്രയും വാക്കൻസീസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. പറഞ്ഞു വരുന്നത് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യൂല. മൂവ് ചെയ്യൽ ഇവിടെ ആരാണ്? നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുക. എന്ന് വെച്ചാൽ ആരാ? ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്യുക. അത് ചാർജിങ് ബൈ കണ്ടക്ഷൻ ആണെങ്കിലും ചാർജിങ് ബൈ ഫ്രിക്ഷൻ ആണെങ്കിലും ആരാണ് മൂവ് ചെയ്യുക? ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ ആണ് ഡ്യൂറിങ് ചാർജിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ സർഫസ് ഓഫ് എ മെറ്റീരിയൽ ഈസ് കോൾഡ് വർക്ക് ഫംഗ്ഷൻ. വർക്ക് ഫംഗ്ഷൻ എന്നുള്ളത് നമ്മൾ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ടേമാണ്. പക്ഷേ ഇവിടെ നിന്ന് അറിഞ്ഞിരിക്കുന്നതെന്നാണ്
ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ചു. ദിസ് ഈസ് സെക്കൻഡ് പോയിന്റ്. നേരത്തെ നിങ്ങൾ പറഞ്ഞു ഇലക്ട്രോൺസ് ലൂസ്ലി ബൈൻഡ് ചെയ്തതെന്ന് കാരണം ബൈൻഡ് ചെയ്തെന്ന് സ്ട്രോങ്ലി ഹോൾഡ് ചെയ്ത് നിൽക്കുന്നതിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാം. അത് അവിടെ ഒന്നുകൂടെ സ്റ്റൈലാക്കി പറയാനാണ് നമ്മൾ വർക്ക് ഫംഗ്ഷൻ എന്നുള്ള ടേം കൊണ്ടുവന്നത്. ആ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോൺസിനെ നോക്ക് ഔട്ട് ചെയ്യാൻ വേണ്ട മിനിമം റിക്വയർഡ് എനർജിക്കാണ് ഇത് വിളിക്കുന്നത് വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ നോക്കൂ, അപ്പോൾ ലോ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോൺസിനെ പെട്ടെന്ന് നോക്ക് ഔട്ട് ചെയ്യാം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, അതിൽ ന്യൂക്ലിയസുമായിട്ട് സ്ട്രോങ് ബൈൻഡിങ് ഇല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സ്ട്രോങ് ബൈൻഡിങ് ഇല്ല. ഇനി ഹൈ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് എനർജി വേണം ഇലക്ട്രോണിനെ പുറത്താക്കാനാണ്. എന്ന് വെച്ചാൽ എന്താ, ഇലക്ട്രോൺസ് ആർ സ്ട്രോങ്ലി ബൗണ്ട് ടു ദ ന്യൂക്ലിയസ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് പറയാം, ഇതാ നോക്കൂ, വെൻ ടു ഡിഫറെൻറ്റ് ബോഡീസ് ആർ റബ്ഡ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ദ മെറ്റീരിയൽ വിത്ത് ലോവർ വർക്ക് ഫംഗ്ഷൻ ടു ദ മെറ്റീരിയൽ വിത്ത് ഹയർ വർക്ക് ഫംഗ്ഷൻ. ഇതൊന്നും ഇങ്ങനെ കാണാതെ പഠിക്കേണ്ട ഒരു സാധനമേ അല്ല കേട്ടോ. കാര്യം മനസ്സിലാക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. റെഡി അല്ലേ? സിമ്പിൾ കേസല്ലേ? വർക്ക് ഫംഗ്ഷൻ, ഗ്ലാസ് റോഡ് സിൽക്ക് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് പോസിറ്റീവ് ആർക്ക് നെഗറ്റീവ്, അത് പ്രത്യേകം നിങ്ങൾ ഓർത്ത് വെക്കണം. കാരണം ആ എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സിൽക്കിൽ ഇലക്ട്രോൺ ഗ്ലാസ് റോഡിലേക്ക് പോകുന്നതാണ്. അങ്ങനെയല്ല, സിൽക്കിനാണ് നെഗറ്റീവ് ചാർജ് കിട്ടുന്നത്, സിൽക്കിലേക്കാണ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ തേർഡ് മെത്തേഡാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ അല്ലേ, ഇൻഡക്ഷൻ നമുക്ക് എഴുതുന്നതാണ്. ഇൻഡ്യൂസ് ചെയ്യുക എന്നൊക്കെ അറിയില്ലേ, ഇൻഡ്യൂസ് ചെയ്യുക, പ്രേരിപ്പിക്കുക. ഇൻഡ്യൂസ് ചെയ്യുന്ന ആൾ ഒരാളിപ്പോൾ ഇന്ന ആളുടെ പ്രേരണയാലാണ് അയാളത് ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രേരിപ്പിച്ച അയാളൊപ്പം ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അയാളിങ്ങനെ ഒരു അദൃശ്യമായിട്ട് പിന്നെ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് അയാളെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അയാളെ കണ്ടോളുന്നില്ല, പക്ഷേ അയാളെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവും എന്നർത്ഥം. എന്ന് വെച്ചാൽ ഡിറക്റ്റ് കോണ്ടാക്റ്റ് എന്നുള്ളൊരു കേസ് ഈ കേസിൽ വരുന്നില്ല. ഈ ഡയഗ്രം നോക്കൂ, താഴെ കൊടുത്തുള്ളത് ഇതൊരു സ്റ്റാൻഡാണ്. ഇത് വെറും സ്റ്റാൻഡ്. കാരണം ഈ സ്റ്റാൻഡിൻ്റെ ഈ ഭാഗത്ത് പിടിച്ചിട്ട് ഇതിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് കൊടുത്തത്. അത് ഇൻസുലേറ്റഡ് സ്റ്റാൻഡാണ്. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു സ്ഫിയറാണ്. ആ സ്ഫിയറിൽ ഞാൻ ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തത് 4 പോസിറ്റീവ് ചാർജില്ല, 4 പോസിറ്റീവ് ഉണ്ട്, 4 നെഗറ്റീവ് ചാർജോടെ ഉണ്ട്. അപ്പോൾ ഈ ബോഡി ഇപ്പോൾ എന്താണ്, ഇതിപ്പം ന്യൂട്രലാണ്. ഈ ന്യൂട്രൽ ബോഡീനെ എനിക്ക് എന്ത് ചെയ്യണം, ചാർജ്ഡ് ആക്കണം. അതിന് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നാണ് സംസാരിക്കുക. അത് ചാർജിങ് ബൈ ഇൻഡക്ഷൻ വെച്ചിട്ട് അത് നമ്മൾ എങ്ങനെ ചെയ്യും, അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ന്യൂട്രൽ ബോഡീനെ ചാർജ് ചെയ്യാൻ പോകണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ന്യൂട്രൽ ബോഡീൻ്റെ അടുത്തേക്ക് ഒരു ചാർജ്ഡ് ബോഡീനെ നോക്കൂ, ഇതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാം. ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡിയാണ് ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതെങ്കിൽ എന്താ സംഭവിക്കുക, ഈ ബോഡിയിലുള്ള പോസിറ്റീവ് ചാർജ് കംപ്ലീറ്റ് ഇതിൻ്റെ അടുത്തേക്കും നെഗറ്റീവ് ചാർജ് കംപ്ലീറ്റ് ദൂരേക്കും പോകില്ലേ. അതാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി ഞാൻ അതിൻ്റെ അടുത്തേക്ക് വെച്ചു. അപ്പോൾ പോസിറ്റീവ് കംപ്ലീറ്റ് നോക്കുക, ഇവിടെ ഒന്ന് നെഗറ്റീവ് കംപ്ലീറ്റ് ഇതാണ്ട് പോയി. ഇപ്പോൾ ഈ നെഗറ്റീവ് ചാർജസിൻ്റെ ടെൻഡൻസി ഇപ്പോൾ എന്താ, എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് കാത്തിരിക്കുക. പക്ഷേ രക്ഷപ്പെടാൻ വഴിയില്ല. ഈ പോസിറ്റീവിൻ്റെ ടെൻഡൻസി എന്താ, എങ്ങനെയെങ്കിലും ഒന്ന് ഇങ്ങോട്ട് എത്തിയാൽ മതിയായിരുന്നു എന്ന് കാത്തിക്കുക. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മളെ എയിം എന്താ, പക്ഷേ ഇതിവിടെ ദർ ഈസ് നോ ഡിറക്റ്റ് കോണ്ടാക്ട്. ഇവിടെ ഗ്യാപ്പ് തന്നെയാണ്, ഓക്കെ. ഇനി എന്താ നമ്മൾ എയിം എന്താ, ഈ ബോഡീനെ ചാർജ്ഡ് ആക്കുകയാണ്. പക്ഷേ ഇതിപ്പോൾ ചാർജ് ആയിണോ? ഇല്ല. കാരണം ഇതിലിപ്പോഴും ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഇപ്പോഴും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ്, ഇതിലുള്ള ഏതെങ്കിലും ഒരു ചാർജിനെ ഇവിടുന്ന് ഒഴിവാക്കണം. ഏറ്റവും ബെസ്റ്റ് ആരും ഒഴിവാക്കില്ല, ഒഴിവാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാ, നമ്മുടെ ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺസിനെ എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ചാർജിനെ ഇവിടുന്ന് നമ്മൾ ഒഴിവാക്കണം. അതിനെന്താ മെത്തേഡ്? അതിനൊരു മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് മെത്തേഡ്? എർത്തിങ്. അതിനെ എർത്ത് ചെയ്യാം. റെഡി അല്ലേ? അപ്പോൾ നോക്കൂ, നമ്മൾ എർത്ത് ചെയ്യുമ്പോൾ നോക്കുക, എർത്ത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? അപ്പോൾ ഞാൻ പറയും ആ ഇലക്ട്രോൺസ് കംപ്ലീറ്റ് എർത്തിലേക്ക് പോയി. കാരണം ഒരു രക്ഷപ്പെടാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. നമ്മൾ വഴിയാണ് വെച്ചുകൊടുത്തപ്പോൾ തന്നെ ഇലക്ട്രോൺസ് ചാടി എർത്തിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഈ പോസിറ്റീവ് ചാർജ് എന്താ പോകാത്തത്, അല്ലെങ്കിൽ ഈ പോസിറ്റീവിലേക്ക് ഇങ്ങോട്ട് ഇലക്ട്രോൺ വരൂലേ, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഈ വേക്കൻസി കയറി ഇരുന്നൂടെ? പറ്റൂല. കാരണം എന്താ, ദേ ആർ സ്ട്രോങ്ലി ഹെൽഡ് ബൈ ദ നെഗറ്റീവ് ചാർജസ് ഫ്രം ഔട്ട്സൈഡ്. മനസ്സിലായോ? നോക്കൂ, മുമ്പൊരിക്കൽ എന്നോടൊരു കുട്ടി ചോദിച്ചു, അല്ല സാർ, ഇതിലിപ്പോൾ ഈ ബോഡിയിൽ നിന്ന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരുന്നല്ലോ, ഒരു തമ്മിലാണ്ട് അടുത്താൽ പോരെ? ഇവിടുത്തെ ഈ നെഗറ്റീവിനെ കണ്ടപ്പോൾ ഈ പുറത്തെ നെഗറ്റീവിനെ കണ്ടപ്പോൾ ഈ പോസിറ്റീവ് എന്താ ഇപ്പോൾ ഇങ്ങോട്ട് ചാടുന്നത്? നല്ല ചോദ്യമാണ്. ദ റീസൺ ഉണ്ടോ? നോക്കൂ, ഇയാൾ സ്ട്രോങ്ങറാണ്,
ഒരേ സമയത്ത് അത് ഇവർ തമ്മിൽ ഇതിൻ്റെ ഉള്ളിലുള്ള പിന്നെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഓരമ്മിൽ താല്പര്യമില്ലായിട്ടല്ല, ഓരമ്മിൽ നല്ല താല്പര്യമുണ്ട്, ഓര് തമ്മിൽ യാതൊരു കുഴപ്പമില്ല, ഓരമ്മിൽ ഇൻട്രസ്റ്റഡ് ആണ്. പക്ഷെ എന്താ പ്രശ്നം കിടക്കുന്നത് നോക്കിക്കോളും. പ്രശ്നം ഇവർ തമ്മിൽ താല്പര്യമുണ്ട്, ഇവർ തമ്മിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണ്, അവർ തമ്മിൽ നല്ല അടുപ്പുണ്ട്. പക്ഷേ ഇയാൾ കൊടും ഭീകരനാണ് പുറത്തു വന്നത്. ഒരേ സമയത്ത് ഈ പോസിറ്റീവ് ചാർജിനെ ഇങ്ങോട്ട് അടുപ്പിക്കുകയും ആ നെഗറ്റീവ് ചാർജിനെ അങ്ങോട്ട് തള്ളുകയും, ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുത്തനെ ഇങ്ങോട്ട് വലിക്കുന്നു, മറ്റേനാട് തള്ളുന്നു. ഇനി അത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ആര് ഈ പോസിറ്റീവ് ചാർജ് ഈ നെഗറ്റീവ് ചാർജിൻ്റെ പറ്റ തെറ്റിപ്പോയിട്ടൊന്നുമില്ല. കാരണം എങ്ങനെ ഇയാൾ ഇവിടുന്ന് ദൂരേക്ക് പോകുന്നോ അതിനനുസരിച്ച് ഇവിടുന്ന് ഇങ്ങനെ ഇലക്ട്രോൺ ഇങ്ങനെ ചാടി കയറി ഇവിടെ വരുന്നേ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഈ പോസിറ്റീവ് ഇങ്ങോട്ട് അടുക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന് ഇയാളെ ഇവിടുന്ന് ഒഴിവാക്കണം. ഇയാൾ ബാക്കിലേക്ക് ഇങ്ങനെ പോണതിനനുസരിച്ചിട്ട് ഈ പോസിറ്റീവ് ഇവിടുന്ന് അങ്ങോട്ടും പോകും, അവിടുന്ന് നെഗറ്റീവ് ഇങ്ങനെ കയറി വരും. അതിനനുസരിച്ച് ഇയാൾ ഇങ്ങോട്ട് തന്നെ വന്നാലോ, ഇയാൾ ഇങ്ങോട്ട് തന്നെ വരുന്നതനുസരിച്ച് നെഗറ്റീവ് ഓടി ഇവിടുന്ന് രക്ഷപ്പെടും, പോസിറ്റീവേ ഇയാളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. ഇതാണ് ഇവിടെ സംഭവിക്കുക. നോക്കൂ, ഫൈനലി എർത്ത് ചെയ്തോടുകൂടി നമ്മുടെ നെഗറ്റീവ് ചാർജ് കംപ്ലീറ്റ് പോയി, ഇപ്പോൾ പോസിറ്റീവ് ചാർജ് മാത്രം ബാക്കിയായി. മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ ബോഡി പോസിറ്റീവ്ലി ചാർജ്ഡായി. പക്ഷെ എപ്പോഴും ഇയാൾ ഇവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ ഇയാളെ ഇവിടെ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ഉള്ള പോസിറ്റീവ് ചാർജ് കംപ്ലീറ്റ്, ഇത് സ്ഫിയറാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ സർഫസിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കാണാൻ കഴിയും. അതാണ് ഇവിടെ നൗ ദ ബോഡി ബിക്കെയിം പോസിറ്റീവ്ലി ചാർജ്ഡ്. മനസ്സിലായോ? അപ്പോൾ നേരത്തെ ആ ഇൻഡ്യൂസിങ് ചാർജ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. നേരത്തെ ഇവിടെ വന്നിരുന്ന ചാർജ് ഇൻഡ്യൂസിങ് ചാർജ്. ആ ഇൻഡ്യൂസിങ് ചാർജ് ഇവിടെ ഡിറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ല, കോണ്ടാക്റ്റ് ഇല്ല, ഒന്നും ചെയ്തില്ല. മൂപ്പര് ഇൻഫ്ലുവൻസ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇയാൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടുമില്ല. ഇനി നോക്കൂ, അവസാനം ഇവിടെ ബാക്കിയായ ചാർജില്ലേ, ഇതിലിപ്പം പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരുന്നു, ഇപ്പോൾ ആര് മാത്രമല്ല പോസിറ്റീവ്. അതിനെ വിളിക്കുന്ന പേരാണ് ബൗണ്ട് ചാർജസ്. ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ ഇവിടെ എന്താണോ ചാർജ് ഉണ്ടായിരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഉണ്ടാകുക. അതാണ് ഓപ്പോസിറ്റ് ചാർജസ് ഞാൻ ഇവിടെ കൊടുത്ത് ബൗണ്ട് ചാർജ്. അതായത് അവസാനം ഇവിടെ ബാക്കിയായ ബൈൻഡ് ചെയ്ത് ഇവിടെ നിൽക്കുന്ന ചാർജ്, ഓക്കെ, ഏത് ചാർജായിരുന്നോ ഇവിടുന്ന് എർത്ത് ചെയ്തപ്പോൾ പോയിരുന്നത് അതിനെയാണ് നമ്മൾ ഫ്രീ ചാർജസ് എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്ത ഈ എക്സ്പെരിമെൻറ്റിൽ ബൗണ്ട് ചാർജ് ആരാ? പോസിറ്റീവ്. ഫ്രീ ചാർജ് ആരാ? ഇവിടുന്ന് പുറകാരാ? നെഗറ്റീവ്. എന്നാൽ എപ്പോഴും അങ്ങനെ ആവണോ? ഒരു നിർബന്ധമില്ല. ഇപ്പോൾ നോക്കി, നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ന്യൂട്രൽ ബോഡി, ഇവിടെ നമ്മൾ നേരത്തെ കൊണ്ടുവന്നത് ഏതാ? നെഗറ്റീവ് ചാർജിന്. അതിന് പകരം പോസിറ്റീവ് കൊണ്ടേക്കുക. പോസിറ്റീവ് വെച്ചാൽ ഇവിടെ ആരുണ്ടാകുക? ഇവിടെ നെഗറ്റീവ്. ഇവിടെ ആരുണ്ടാകുക? ഇവിടെ പോസിറ്റീവ്. ഓക്കെ, എണ്ണം നോക്കണ്ട കേട്ടോ, ഞാൻ റഫ്ലി നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാൻ വേണ്ടിയിട്ട് മാത്രമാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പോസിറ്റീവിനെ ഒഴിവാക്കാൻ എന്താ ചെയ്യുക? നമ്മളിവിടെ എർത്ത് ചെയ്യും. എർത്ത് ചെയ്യുമ്പോൾ നമ്മൾ പറയലെന്താ? പോസിറ്റീവ് ചാർജ് ഫ്ലോ ഇൻ ടു ദി എർത്ത് എന്ന് പറയും. ലിറ്ററലി ടെക്നിക്കലി ഇറ്റ് ഈസ് റോങ്. ലിറ്ററലി പറഞ്ഞതിന് ഒരു കുഴപ്പമില്ല. പോസിറ്റീവ് ചാർജ് ഫ്ലോ ഇൻ ടു ദി എർത്ത് നമുക്ക് പറയാം. പക്ഷേ പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുമോ? ഇല്ല. പിന്നെ എന്താ സംഭവിക്കുക? എർത്ത് നിന്ന് ഇലക്ട്രോൺ ഇങ്ങനെ കയറി വന്ന് ഈ വേക്കൻസിയിലിരിക്കും, ഈ വേക്കൻസിയിലിരിക്കും, ഈ വേക്കൻസിയിലിരിക്കും. ഇതാണ് സംഭവിക്കുക. മനസ്സിലായോ? ഓക്കെ, അവസാനം നെഗറ്റീവ് ചാർജ് മാത്രം ഇവിടെ ബാക്കിയാവും. യു ഗോട്ട് ഇറ്റ്? ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ഒന്നുകൂടി അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. ദിസ് ഈസ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ദിസ് ഈസ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അപ്പോൾ നോക്കൂ, നമ്മുടെ 3 മെത്തേഡ്സാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? ചാർജിങ് ബൈ കണ്ടക്ഷൻ ആണ് ഒന്ന്, ചാർജിങ് ബൈ കണ്ടക്ഷൻ. 2 ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു ചാർജിങ് ബൈ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. എല്ലാത്തിലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, എല്ലാത്തിലും നടന്നതെന്താ? ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണ് എല്ലാത്തിലും സംഭവിച്ചത്. അവിടുത്തെ മെയിൻ പോയിന്റ് തന്നെ എന്താ അറിയോ? ചാർജിങ് ഈസ് ഡ്യൂ ടു വാട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ആൻസർ? ചാർജിങ് ഈസ് ഡ്യൂ ടു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വേണം നിങ്ങൾ ആൻസർ പറയാൻ. ചാർജിങ് ഈസ് ഡ്യൂ ടു ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ക്ലിയർ അല്ലേ? വളരെ ചെറിയൊരു പാർട്ട് മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. നാളെ തന്നെ നമ്മളിതിൻ്റെ അടുത്ത പാർട്ട് തരും. അടുത്ത പാർട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസുകൾ ചെയ്യാനുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതുവരെ ഇക്വേഷൻ ഒന്നും വന്നില്ലല്ലോ, പിന്നെ എങ്ങനെ പ്രോബ്ലം ഒക്കെ എന്നുള്ളത്, അതൊക്കെ അടുത്ത ദിവസം അടുത്ത ലെക്ചറിൽ വരും. നിങ്ങൾ വിക്ടേഴ്സിലെ ആ സെഷനിൽ നിങ്ങൾ കേട്ടുന്ന ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് മുതൽ ആ കാര്യങ്ങൾ, പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അവ എത്രയും പെട്ടെന്ന്
ഈ ഭാഗങ്ങൾ സ്ട്രോങ് ആക്കുക. വളരെ ചെറിയ പാർട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.